ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയ സൈറ്റാണ്. ഇവിടെ നമുക്ക് 3 ബാത്റൂമാണ് ഉള്ളത്. അപ്സ്റ്റെയർ വന്നിട്ട് 2 ബാത്റൂമും ഗ്രൗണ്ട് ഫ്ലോർ 1 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്ലോസറ്റ് വന്നിട്ട് ഈ ഭാഗത്താണ് വരുന്നത്. 1 പീസ് ക്ലോസറ്റ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് നടുക്കാണ് വാഷ് ബേസിൻ വരുന്നത്. പിന്നെ ഷവർ ഏരിയ വന്നിട്ട് ഇവിടെയാണ്. നമ്മൾ ഡൈവേർട്ടറാണ് ഫിറ്റിങ്സ് കൊടുക്കുന്നത്. അതുപോലെ ഹീറ്റർ ലൈൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ ഫ്ലോറിലുള്ള ചാന്തെല്ലാം നമ്മൾ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചിപ്പ് ചെയ്ത് കളഞ്ഞ് നമ്മൾ തൂത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മൾ ഔട്ട്ലൈൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ തറ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. വെള്ളം വീത്തുമ്പോൾ ചെവനോട് കുറച്ച് കയറ്റി വീട്ടാണ് വെള്ളം. ചെവനിലുള്ള പൊടിയെല്ലാം പോകണം. നമുക്ക് ഗ്രൗട്ട് ഒഴിക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തറയുള്ള ലൈൻ ചെയ്യുന്ന മുമ്പേ ബാത്റൂം പ്ലാസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലാസ്റ്റർ ചെയ്ത് നമ്മൾ ഡ്രോപ്പ് വാട്ടർ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ സ്ലോപ്പെല്ലാം കൊണ്ട് ഒരു മൂലയിൽ 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ ഡ്രോപ്പ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈൽസിൻ്റെ ഇടയിൽ കൂടെ എന്ത് ലീക്ക് വന്നാലും അത് തട്ടിനെ ബാധിക്കില്ല. തറയിലുള്ളത് പൊടിയെല്ലാം ഭംഗിയായിട്ട് തൂത്ത് കളയേണ്ടതാണ്. അടുത്ത് നമ്മളിതിൽ ഗ്രൗട്ട് ഒഴിക്കും. ഈ ഒഴിച്ച വെള്ളം എല്ലാം തൂത്ത് കളയാൻ വേണം. അതുപോലെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ എല്ലാ സ്ലോപ്പും വന്നിട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഡ്രോപ്പ് വാട്ടർ നമ്മൾ ഈ മൂലയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മച്ചന്മാർ നമ്മൾ ഈ കാണും പോലെ തറയിലുള്ള പൊടിയെല്ലാം തൂത്ത് കളഞ്ഞ് വെള്ളം ഒഴിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി ഗ്രൗട്ടാണ് കലക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചാന്മാർ നമ്മൾ ഗ്രൗട്ട് കലക്കാൻ പോവുകയാണ്. ഒരു പകുതി ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വാട്ടർ പ്രൂഫാണ്, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ. ഇത് നമ്മൾ കുറച്ച് ഒഴിക്കുകയാണ്. ഇതിനെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇതിൽ സിമൻറ്റ് കൂടി ഇടുകയാണ്. ഇതാദ്യം തറയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരുവമാണ്. അടിയിൽ ഒഴിക്കും ഗ്രൗട്ട്, പിന്നെ ചാന്തിട്ടതിന് ശേഷം മുകളിലും ഗ്രൗട്ട് ചുറ്റും. ഗ്രൗട്ട് അടിയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസ് പരുവത്തിനാണ് ഒഴിക്കുന്നത്. നല്ലോണം മിക്സായി കൊടുക്കണം. ഇപ്പോൾ മച്ചാന്മാരെ നമ്മളെ ഗ്രൗട്ട് പരുവായിട്ടുണ്ട്. നമുക്ക് തറയിൽ വീത്തുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ബാത്റൂമിൽ ഗ്രൗട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിക്കുമ്പോൾ നമ്മൾ ചെമ്പരിന്ന് ഒരു 1-1.5 അടി ഹൈറ്റിൽ വേണം ചേർത്ത് ഒഴിക്കാൻ വേണ്ടി. ഉണ്ട്, ഇതേപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇപ്പോൾ കാണും പോലെ നമ്മൾ എല്ലാ സൈഡും കയറ്റി ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു തുറപ്പെടുത്ത് തറയിലെല്ലാം ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പിലെല്ലാം ഗ്രൗട്ട് ഫില്ലാവും. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചാന്ത് റെഡിയാക്കാം. ഇപ്പോൾ മച്ചാന്മാരെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാന്തെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പൊടിപ്പരുവാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ടീൽസിനൊക്കെ ഇടണം പോലത്തെ പൊടിപ്പരുവാണ്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ചാന്തിടാൻ പോവുകയാണ്. ചാന്തിടുമ്പോൾ നമ്മുടെ സോപ്പെല്ലാം പോയിട്ട് നമ്മൾ ഡ്രോപ്പ് വാട്ടർ ലൈൻ ചെയ്യുന്നത്. നമ്മളിത് ഫുള്ളായിട്ട് ഡെസ്റ്റിനേഷനുള്ള വീഡിയോ കാണിച്ചത്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ തറയിലെല്ലാം ചാന്തിട്ട് സ്ലോപ്പെല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. നമ്മൾ എല്ലായിടത്തും ഉള്ള സ്ലോപ്പ് നമ്മൾ ഈ ഹോളിലാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെമ്പരും ഈ തറയും വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ചരിവ് കൊടുക്കും. അപ്പോൾ നമുക്ക് വെള്ളം എന്തായാലും തറയിൽ ലീക്കായാലും ഈ ചെമ്മലിൽ പിടിക്കില്ല. ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് പുറത്തുള്ള ചെമ്മലിലൊക്കെ ലീക്ക് പെടാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇങ്ങനെ ഒരു തടുപ്പ് കൊടുക്കും. നമ്മൾ ചാന്ത് ചരിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു ചെറിയ തേപ്പോല വിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ 4 ചുറ്റും ചെയ്യാനുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വശമെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ എല്ലാം 4 സൈഡിലുള്ള വശവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് കൊടുത്തിട്ടുള്ള ആ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മച്ചന്മാരെ നമുക്ക് ചാന്തിൽ ഒഴിക്കാൻ ഗ്രൗട്ടെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൗട്ടെല്ലാം ഡോക്ടർ ഫിക്സിഡ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രൗട്ട് ചുറ്റുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ അപ്സ്റ്റേറിലുള്ള ബാത്റൂമിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് കഴിഞ്ഞ് ബ്രഷ് ഇട്ട് എല്ലാം ആറ്റി വിട്ടിട്ടുണ്ട്. അപ്സ്റ്റേർ വന്നിട്ട് 2 ബാത്റൂമാണ്. 2 ബാത്റൂമിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വേറെ ഫാമിലി ലീക്കേജോ തട്ടിന് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്സ്റ്റേർ ബാത്റൂം ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് വേണം ബാത്റൂം കോൺക്രീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി നമ്മുടെ തട്ടിന് ലീക്കേജ് അത് ബാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോസായി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.